കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദിനേശേട്ടാ, സന്താന ഗോപാല പൂജയും പാൽപായസ നൈവേദ്യവും നടത്തണം. പൂജയ്ക്ക് മാത്രം മുടക്കൊന്നുമില്ലല്ലോ, എന്ത് വേണം നടത്തിക്കോ. ഞാൻ രസീതാക്കി വരാം. മനസ്സോർന്ന് പ്രാർത്ഥിക്കണേ ദിനേശേട്ടാ. MD മീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യങ്ങൾ എന്നോട് സംസാരിച്ചാൽ മതി. ശരി, എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും. ഇന്ന് 12 മണിക്ക് ഡയറി സർക്കിളിൽ വാ. കള്ളനോ? ആളറിയാതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആരാണെന്നേ നിനക്കറിയില്ല. അറിയാം, കള്ളൻ. ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? എന്നെ കണ്ടല്ലേ അവിടുന്ന് താൻ രക്ഷപ്പെട്ട് ഓടിയത്? എന്നെ തലക്കടിച്ച് വീഴ്ത്തി എന്റെ ബാഗിലെ സ്വർണവും പണവും മോഷ്ടിച്ചോണ്ട് പോയത് നിങ്ങളാ. മര്യാദയ്ക്ക് എന്റെ സ്വർണവും പണവും തിരിച്ചു തന്നോണം, അല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും. കുട്ടി, നിനക്ക് ആള് തെറ്റി. ഞാനേ വലിയ നിലയിൽ ജീവിക്കുന്ന ഒരു ബിസിനസ്സുകാരനാ. എനിക്കെന്തിനാ നിന്റെ പൊന്നുപണവും? എന്നാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. മാന്യന്മാരെ അപമാനിക്കാൻ ശ്രമിക്കുന്ന നിന്നെ വേണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ. നീ നിന്റെ പാട് നോക്കി പോടി വേണേ. എനിക്ക് ആദ്യമുള്ള സമ്പാദ്യം അതാ, അത് തരാതെ ഞാൻ വിടത്തില്ല. അയ്യോ, ഓടി വരണേ. കള്ളൻ, കള്ളൻ, എന്റെ ബാഗ് മോഷ്ടിച്ച കള്ളൻ. ഓടി വരണേ, എന്റെ ബാഗ് മോഷ്ടിച്ച കള്ളൻ. അയ്യോ, മോളെ, എവിടെയാ കള്ളൻ? എങ്ങോട്ടാ ഓടിയത്? അയ്യോ, സാരമില്ല, മോളെ എണീക്ക്. പതുക്കെ പിടിച്ചു. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. വഴിപാട് നടത്തുമ്പോ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കേണ്ടതാ. അതിനിടയ്ക്ക് എങ്ങോട്ടാ പോയത്? മോളെ ശ്രീകുട്ടി, നീ തനിച്ചേ വന്നുള്ളൂ? ഞാൻ തൊഴാൻ വന്നതല്ല, വീട്ടിൽ നിൽക്കുന്ന കുട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു, അവളെ കൂട്ടിക്കൊണ്ടാ വന്നയാ. മോളെ, ദിനേശേട്ടനെ കണ്ടായിരുന്നോ? ഞാൻ രസീത് വാങ്ങാൻ പോയ നേരത്ത് ആളെ കാണാനില്ല. ഞാനിപ്പോ വന്നതേ ഉള്ളേമേ. മോളെ, പൂജ നടക്കാറായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ഇളയമേ. മോളെ, കൈക്ക് വേദനയുണ്ടോ? കുഴപ്പമില്ല. നല്ല വേദന ആണ്. ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ട. അയ്യോ, എന്താ? എന്തു ചേച്ചി? ഒരു കള്ളൻ ഈ കൊച്ചിന്റെ ബാഗും തട്ടിപ്പറിച്ചോണ്ട് ഓടി. അയ്യോ, കൈ മുറിഞ്ഞല്ലോ. ആരാ നിന്നോട് ചെയ്തേ? എന്റെ ബാഗ് മോഷ്ടിച്ച കള്ളനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു ചേച്ചി. അയാൾ എന്നെ തള്ളിയിട്ടിട്ട് ഓടിക്കളഞ്ഞു. എന്നോട് പറയാതെ നീ തനിച്ച് ചിത്രത്തിലേക്ക് പോന്നിട്ടല്ലേ ഇതൊക്കെ ഉണ്ടായേ? ഞാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. ഇനി അവനെ തെരഞ്ഞിട്ട് കാര്യമില്ല, നീ വാ.
വാ. ആ പെണ്ണ് പോയെന്നാ തോന്നുന്നത്. ഇന്നത്തോടെ ക്ഷേത്രത്തിലോട്ടുള്ള വരവ് ഇതോടെ മതിയാക്കണം. എന്നാൽ ആ കൊച്ചിനെ തള്ളിയിട്ടിട്ട് ആ കള്ളൻ ഓടിക്കളഞ്ഞല്ലോ. അവനെന്റെ കയ്യിൽ കിട്ടും. എന്താ പ്രശ്നം? തൊഴാമെന്ന ഒരു കുട്ടിയുടെ ബാഗ് ഒരു കള്ളൻ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു. ഇപ്പോ ക്ഷേത്രത്തിലും വരാൻ പറ്റാതെ. കുറച്ചുനാൾ മുമ്പ് മറ്റൊരു പെണ്ണിന്റെ തലക്കടിച്ചിട്ട് ഒരു കള്ളൻ അവളുടെ ബാഗും കൊണ്ട് ഓടിക്കളഞ്ഞു. എന്നിട്ട് എന്തായി? കള്ളന്മാര് വിലസയല്ലേ? പോലീസ് ഉണർന്ന് പ്രവർത്തിക്കാത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. അതെ അതെ, നീ വാ. ഇനി വേണ്ടത് എല്ലാവരും കൂടി വിവാഹ നിശ്ചയത്തിനുള്ള ഡ്രസ് എടുക്കുകയാണ്. അവരവർക്ക് വേണ്ടത് അവര് തന്നെ സെലക്ട് ചെയ്യട്ടെ, അല്ലേ മോനെ? മുത്തശ്ശി പറഞ്ഞതാ ശരി. എൻഗേജ്മെന്റിന് സഞ്ജു ധരിക്കുന്ന ഡ്രസ്സ് എന്റെ സമ്മാനമാണ്. അതും ഞാൻ തന്നെ എടുക്കും. അത് വേണ്ട പച്ചി. ഞാനേ മറ്റൊരു ഡ്രസ്സാ ആ ദിവസം ധരിക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, അതിന്റെ മാത്രം ബില്ല് ഞാൻ പേ ചെയ്യാം. അതങ്ങനെ പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല. പണത്തെക്കാളും മൂല്യമുണ്ട് അതിന്. അതെന്ത് ഡ്രസ്സാ മോനെ? അത് എന്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ച സമയത്ത് ധരിച്ച ഡ്രസ്സാ ഞാൻ എൻഗേജ്മെന്റിന് ധരിക്കാൻ പോകുന്നത്. ആണോ? സഞ്ജു തമാശ പറയണോ? ഇതാണോ പച്ചി തമാശ? ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. അതിന് അന്ന് മുകുന്ദൻ ധരിച്ച ഡ്രസ് ഇപ്പോഴും ഉണ്ടോ? അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കേടും വന്നിട്ടില്ല. ഒരു തെറ്റുമില്ല. അവന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഇങ്ങനൊരു ചടങ്ങിന് ആരെങ്കിലും സ്വന്തം പ്രായത്തേക്കാൾ പഴക്കമുള്ള ഡ്രസ്സ് ധരിക്കൂ? അത് പഴങ്കോടിയാ. ആരാ നിനക്ക് ഉപദേശിച്ചു തന്നത്? ഓരോ വെഡിങ് ആനിവേഴ്സറിക്കും അമ്മ ആ ഡ്രസ്സുകളെടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പഴഞ്ചനായതെല്ലാം തള്ളിക്കളയാൻ പറ്റും മുത്തശ്ശി. അങ്ങനെയെങ്കിൽ പ്രായമായവരെയും ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയേണ്ടി വരില്ലേ? സഞ്ജു, നീ എത്ര ഭംഗിയായിട്ടാണ് സംസാരിക്കുന്നത്. ആഡംബരത്തേക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നത് എനിക്ക് വിലപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന പഴയ കാര്യങ്ങളോട്. അത് മനുഷ്യരായാലും വസ്തുക്കളായാലും. നമ്മൾ വൃദ്ധരാണെന്ന സത്യം വസുമതി മറന്നു. എനിക്കിതുപോലൊരു പേരക്കുട്ടിയെ കിട്ടിയത് എന്റെ മുജ്ജമ്മ സുഹൃതോ. ഇത് സെപ്റ്റിക് ആയല്ലോ. അമ്മൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചാ? അയ്യോ, അതിന്റെ കാര്യമൊന്നുമില്ല ചേച്ചി. മുറിവുണ്ടായാല് പച്ചിലച്ചാറ പിഴിഞ്ഞൊഴിക്കാറ്. കുറച്ച് തൊലി പോയതിനാ ഈ ബഹളം. കേൾക്കുന്നവർക്ക് തോന്നും എന്തോ വലിയ ആക്സിഡന്റ് സംഭവിച്ചെന്ന്. ഒന്നും വേണ്ട ചേച്ചി, ഇത് കരിഞ്ഞോളും. മോൾ അവൾക്ക് ഓയിൽമെന്റ് പുരട്ടി കൊടുക്ക്. ബാഗ് തട്ടിയെടുത്ത കള്ളൻ അമ്പലത്തിൽ തൊഴാൻ വന്നെന്ന്. ആ സമയം ബോധോദയുണ്ടായ പോലെ ആരോടും പറയാതെ ഇവളും അങ്ങോട്ട് ചെന്നെന്ന്. ഇതൊക്കെ എന്ത് കഥയാ പ്രഭേ? അവള് കള്ളം പറയില്ല. അടുത്ത ക്ഷേത്രം ഉണ്ടോന്ന് അവൾ ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു. പിന്നെന്താ, ഞാൻ പറയുന്നതാണോ കള്ളം? അവൾ അവിടെ പ്ലാൻ ചെയ്തതുപോലെ ആരെയോ കാണാൻ പോയതാ. അതിനിടയിൽ തെന്നി വീണിട്ടുണ്ടാവും. ശ്രീകുട്ടിയെ കണ്ടപ്പോ പിന്നെ അവള് വീണത് വിദ്യയുമാക്കി. താൻ ഈ ഊഹാ കഥയൊന്ന് നിർത്ത്. താനൊന്ന് വന്നേ. വാടോ. ആ കള്ളനെ നമുക്ക് പിടികൂടണം. ഘട്ട മുതൽ കിട്ടിയില്ലെങ്കിലും ഇനി അവൻ ഈ തൊഴിൽ വെച്ച് നടത്താൻ പാടില്ല. ഇന്ന് 12 മണിക്ക് അയാൾ ഏതോ സ്ഥലത്ത് വരുന്നുണ്ടെന്ന് ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടു. അതേതോ സ്ഥലം? ഒന്ന് ഓർത്തു പറ. ഏതോ ഡയറിന്നോ മറ്റോ ഉള്ള ഒരു സ്ഥലോ. ഡയറി സർക്കിൾ? ആ, അതന്നെ. സെറ്റ്. സഞ്ജുന്റെ ഓഫീസും ആ ഭാഗത്താ.
12 മണിക്ക് നമ്മൾ അവിടെ എത്തുന്നു. അവനെ കണ്ടാലുടൻ സഞ്ജുവിന് വിവരം അറിയിക്കാം. സഞ്ജുവിന്റെ ഓഫീസിലെ സെക്യൂരിറ്റിക്കാരുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടില്ല. അല്ല, ഞാൻ ഓയിൽമെന്റ് എടുത്തുതരാം. ബാ. കവിതേശി പറഞ്ഞത് ശരിയല്ലേ അച്ഛാ? അച്ഛനോടുള്ള ഇഷ്ടം സഞ്ജു എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? ഞാനൊരു വാക്ക് പറഞ്ഞതിന് അവൻ എന്റെ വായടപ്പിച്ചത് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? അത് വസുമതി അർഹിച്ചത് തന്നെ. അവൻ ആഗ്രഹിച്ചത് വേണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പറഞ്ഞാൽ തന്നെ അവൻ അംഗീകരിക്കാനും പോകുന്നില്ല. ഉള്ള വില കളയാതിരിക്കുന്നതാ നല്ലത്. സഞ്ജുവിനെ കൊണ്ട് ഇങ്ങനെ വേഷം കെട്ടിക്കുന്നത് ശ്രീദേവി തന്നെയാണ്. അവൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം അത്. അച്ഛന്റെ പേര് പറഞ്ഞ് ശ്രീദേവി നടത്തിയ സെന്റിമെന്റ്സ് നാടകത്തിൽ അവൻ വീണു. വേണ്ടാന്ന് പറയാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. സഞ്ജുവിനെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. കവിതേശി ഈ പറഞ്ഞതും 100% സത്യമാ. 26 വർഷം മുമ്പത്തെ കല്യാണ ഡ്രസ്സും ഇപ്പോഴും അമ്മ പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ടെന്ന് അവനെങ്ങനെ അറിയാൻ? നിങ്ങൾ നാവട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിന്റെ നാണക്കേടിനെ പറ്റി അച്ഛൻ എപ്പോഴും ആലോചിക്കുന്നില്ലേ? 26 വർഷം മുമ്പത്തെ ആളുകളുടെ ഡ്രസ്സിന്റെ ഫാഷനും ഇപ്പോഴുള്ള ഫാഷനും ഒരുപോലെയാണോ? അച്ഛന്റെ ഷർട്ടിന്റെ അളവാണോ മോനും? സഞ്ജുവിന് ക്ഷണിക്കപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ കോമാളി വേഷം കെട്ടി നിൽക്കാം. കാഴ്ചക്കാർക്ക് ചിരിക്കാൻ ഒരു വകയായി. അതിന്റെ അപമാനം നമുക്കാ കവിതേച്ചി. നിങ്ങൾ ഈ വിവരം കാഞ്ചനെ അറിയിക്കും. വസുമതി, തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്. കാഞ്ചന ഇതിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാ വിവാഹ നിശ്ചയം തന്നെ നടന്നില്ലെന്ന് വരും. സഞ്ജു കാഞ്ചനയോടും കടുത്ത ഭാഷയിൽ പ്രതികരിക്കും. കാഞ്ചനയുടെ സ്വഭാവം അമ്മയ്ക്കും മക്കൾക്കും നന്നായിട്ട് അറിയാവല്ലോ. കല്യാണം നടക്കില്ല എന്നാണോ അച്ഛൻ പറയുന്നേ? അവരുടെ കല്യാണം ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. അത് നടക്കുന്നത് വല്ല രജിസ്റ്റർ ഓഫീസിലും വെച്ചായിരിക്കും. അതുതന്നെയാവും ശ്രീദേവി കണക്ക് കൂട്ടുന്നത്. ആരും കൂട്ടു നിൽക്കില്ല എന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാം. മോൻ സ്നേഹിച്ച പെണ്ണിന് വേണം, എന്നാ അവളുടെ വീട്ടുകാര് വേണ്ട. നീ ശ്രീദേവിയെ വെറുതെ വിട്. എനിക്കറിയാം ശ്രീദേവി ഇങ്ങനെ ഒരു ആഗ്രഹം ഒരിക്കലും സഞ്ജുവിനോട് പറയില്ല. ഈ മനുഷ്യൻ അവൾ എന്ത് കാണിച്ചാലും കണ്ണടച്ചല്ലേ ശീലം. അവളെ ഈ ജന്മം ഞാൻ ഉൾക്കൊള്ളില്ല. ആ പഴഞ്ചൻ കുപ്പായമിട്ട് സഞ്ജു എൻഗേജ്മെന്റിന് വരാനും പോകുന്നില്ല. മംഗലശ്ശേരി കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെടുത്താൻ ഈ കവിത സമ്മതിക്കില്ല. നിന്റെ ഫോണിങ്ങിതാ. നിന്റെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. അതെ, അച്ഛനെയും മോളെയും പോലെ ഞാനും വെടിയാവാൻ പാടില്ലല്ലോ. ചേച്ചി, കുഞ്ഞുട്ടേട്ടൻ, രണ്ടുപേരേ ഉള്ളല്ലോ. ആരടി കുഞ്ഞുട്ടേട്ടൻ? അത് എന്റെ വല്യമ്മയുടെ മോനാ. കുഞ്ഞുട്ടേട്ടനെ മുത്തശ്ശിയെ നോക്കുന്നത്. നീ പറയുന്നത് കേട്ട് വിശ്വസിക്കാനൊക്കെ ഒരു മണ്ടിയല്ല കാഞ്ചന. മോളെന്താ മിണ്ടാത്തെ? നീ വന്ന് കണ്ടിട്ട് പോയതിനു ശേഷം മുത്തശ്ശിക്ക് നല്ല ഭേദമുണ്ട്. ആരടി ലച്ചു? എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാ. നീ പുറത്തോട്ട് ആരും വിളിക്കാറില്ലേ? ആ നമ്പർ എവിടെ? എനിക്ക് വിളിക്കാൻ ആരുമില്ല. വിളിച്ചിട്ട് നീ നമ്പർ ഡിലീറ്റ് ചെയ്യൂ? അതെന്താന്ന് പോലും എനിക്കറിയില്ല. പണിയെല്ലാം തീർന്നപ്പോ പാട്ട് കേട്ടതാ. പണി തീർത്തെന്ന് ആ ഡൈനിങ് ടേബിൾ കണ്ടോ? എന്നിട്ടാണോ അങ്ങനെ കിടക്കുന്നത്? അത് വൃത്തിയാക്കി എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേക്കണം. ആ ജനൽ ഗ്ലാസ് മുഴുവനും പൊടിയടിച്ച് കിടക്കുക. അതെപ്പോഴും തുടയ്ക്കണം. ശ്രീകുട്ടി തലയിലെടുത്ത് വെച്ചെന്ന് കരുതി നീ നിന്റെ നില മറക്കരുത്. ഇവിടെ ഒരു സെർവന്റിന്റെ സ്ഥാനം മാത്രമേ നിനക്കുള്ളൂ. നീ വെറുതെ ഒന്നും ചെയ്യണ്ട.
വീട്ടുപണി ചെയ്യുന്നവർക്ക് ഞാൻ ശമ്പളം കൊടുക്കാറുണ്ട്. മുമ്പ് നിന്ന ജോലിക്കാരിക്ക് കൊടുത്ത ശമ്പളം നിനക്കും തരും. ചേച്ചി കൂടി എന്നെ അങ്ങനെ കണ്ടാ മതിയായിരുന്നു. എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പോടിയകത്ത്. ദോഷം. എല്ലാവരും എതിർപ്പ് പറയുമ്പോ മോൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. അമ്മയ്ക്ക് അച്ഛന്റെ ഷർട്ട് മുണ്ടും തരാൻ പ്രയാസമുണ്ടോ? അയ്യോ, അങ്ങനെ പറയല്ലേ മോനെ. എന്റെ അച്ഛന്റെ സാന്നിധ്യ ഞാൻ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്ന. എനിക്ക് മനസ്സിലായി മോനെ. അമ്മ ഒന്ന് താ. വർഷങ്ങൾ കുറെ ആയിട്ടും ഇത് പുതിയതുപോലെ തന്നെ ഉണ്ടല്ലോ അമ്മേ. അമ്മ ഇതൊന്ന് അയൺ ചെയ്തെടുത്താ മതി. അതിനു മുൻപ് അതല്പം വെയില് കൊള്ളിക്കാനുണ്ട്. പിന്നെ ഷർട്ടിന്റെ വലിപ്പവും കുറയ്ക്കണം. അത് പിന്നെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിയമ്മേ. അമ്മയുടെ കൈത്തുന്നലൂടി ആവുമ്പോ അച്ഛന്റെ ഷർട്ട് മോന് പാകാവും. തരൂ. നമ്മുടെ മോൻ പറഞ്ഞത് കേട്ടില്ലേ മുകുന്ദേട്ട? അച്ഛന്റെ സമ്മതി അവന് വേണമെന്ന്. ഈ സ്ഥലം ഡയറി സർക്കിളിന്റെ മറ്റൊരു ഭാഗമാണ്. വാ, നമുക്ക് നടന്നു നോക്കാം. ഈ വഴിയ ചേച്ചി അന്ന് ഞാൻ ജോലി അന്വേഷിച്ച് നടന്നത്. ആ കള്ളന്റെ വിഹാര കേന്ദ്രം ഇത് തന്നെ. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവനൊരു ഹൈടെക് കളനാ. നമുക്കേ ഈ സർക്കിൾ ഒന്ന് ചുറ്റി നോക്കാം. ഇന്നവനെ പിടിച്ചേ പറ്റൂ. അമ്മ ഇവിടെ നിക്ക്, ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. ഇവിടെ നിക്കാം. അദ്ദേഹം